ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്തും പൂർത്തിയായി. നാളെ രാവിലെ 8 മണിക്ക് 20 കേന്ദ്രങ്ങളിലും വോട്ടെണ്ണൽ ആരംഭിക്കും. വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. വോട്ടെണ്ണൽ വിവരങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലെത്തിക്കാൻ വിപുലമായ സംവിധാനമാണ് കൈരളി ന്യൂസും ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ക്രമീകരണങ്ങൾ വിജിൻ വായാന്തോട് വിശദീകരിക്കും. ഫലമറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനായി എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അല്പം മുമ്പാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ ഫലപ്രഖ്യാപനം നടക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് എത്തുകയും അവിടെയൊക്കെ സന്ദർശിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവുമായ കാര്യങ്ങൾ ഒക്കെ ഏത് തരത്തിലൊക്കെയാണുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയത് എന്ന കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങൾ വിശദീകരിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് കൗൾ തന്നെ വ്യക്തമാക്കിയത് പൂർണ്ണമായും സജ്ജമാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനായി. എന്തായാലും ആദ്യ ഘട്ടം എന്ന് പറയുന്നത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളെയും, ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലെയും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഏകദേശം ഒരു 14ഓളം വരുന്ന ബൂത്തുകളാണ് ഒരുമിച്ച് എണ്ണാൻ പോകുന്നത്. 8 മണിയോടുകൂടിയാണ് ആദ്യ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കുക. അത് പോസ്റ്റൽ വോട്ടുകളായിരിക്കും ആദ്യഘട്ടത്തിൽ എണ്ണുക. പിന്നീട് 8:30യോടുകൂടി EVM എണ്ണാൻ തുടങ്ങും. ഒപ്പം തന്നെ ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീരാത്ത പോസ്റ്റൽ വോട്ടുകൾ അതിന് സമാന്തരമായി എണ്ണുകയും ചെയ്യും. എന്തായാലും 9 മണിയോടുകൂടി ഏകദേശ ഒരു സൂചനകൾ പുറത്തുവരും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്. നാളെ 4-ാം തീയതി നമ്മുടെ വോട്ടെണ്ണം ചെയ്യാൻ പോകുന്ന എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ വോട്ടിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഇലക്ഷൻ കമ്മീഷനുണ്ട് പോർട്ടലുണ്ട്, എൻകോർ പോർട്ടലാണ്. അതിലാണ് റിയൽ ടൈം ഡേറ്റ എൻട്രി ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ട്രയൽ റൺസ് നടത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ട്രയൽ റൺ വെള്ളിയാഴ്ച നടന്നത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. 8 മണിക്കാണ് പോസ്റ്റൽ ബാലറ്റ്സ് ആൻഡ് കൗണ്ടിങ് തുടങ്ങാൻ പോകുന്നത്. 8:30 EVMസിൻ്റെ വോട്ടിംഗ് കൗണ്ടിങ് തുടങ്ങും. സോ ഫസ്റ്റ് നമുക്ക് ട്രെയിൻസ് ഒരു 9 മണിക്ക് കിട്ടും. എക്സിറ്റ് പോൾ ഫലങ്ങളെയും മറ്റു തരത്തിലുള്ള പ്രവചനങ്ങളെയും ഒക്കെ തള്ളിക്കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും തെരഞ്ഞെടുപ്പിൽ എന്ന പ്രതീക്ഷയാണ് ഓരോ മുന്നണികളും പങ്കുവെക്കുന്നത്. LDF ഏകദേശം 10-ന് മുകളിൽ സീറ്റുകൾ നേടും എന്ന വിജയപ്രതീക്ഷ ഇപ്പോഴും പങ്കുവെക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വിഭിന്നമായി പല മണ്ഡലങ്ങളിലും വലിയ തരത്തിലുള്ള മുന്നേറ്റം ആണ് LDF പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണത്തേതിന് സമാനമായ രീതിയിലുള്ള വലിയൊരു മുന്നേറ്റം UDFും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഉണ്ടായിരുന്ന BJP മുന്നേറ്റം, പല മണ്ഡലങ്ങളിലും കാണിച്ച BJP മുന്നേറ്റം ഏത് തരത്തിൽ ഈ മുന്നണികളുടെ വോട്ടുകളിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിലുള്ള ആശങ്കയും മുന്നണികൾക്ക് നിലവിലുണ്ട്. പക്ഷേ NDA ക്യാമ്പിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് ചില നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. 3ഓളം സീറ്റ് നേടും എന്ന് പറയുന്ന എക്സിറ്റ് പോൾ പ്രവചനത്തിൽ BJP നേതാക്കൾ പോലും വിശ്വസിക്കുന്നില്ല എന്ന കാര്യവും പ്രത്യേകമായി എടുത്തു കാണേണ്ടതാണ്. പക്ഷേ ചില മണ്ഡലങ്ങളിൽ, തൃശ്ശൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കുറച്ചുകൂടി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. മോദി ഗ്യാരണ്ടി ഉൾപ്പെടെ മോദി കൂടുതൽ ദിവസങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണങ്ങൾ ഒക്കെ BJPക്ക് അനുകൂലമാകുമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. പക്ഷേ ഏതൊക്കെ മണ്ഡലങ്ങളിൽ കൃത്യമായി വിജയിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും BJPക്ക് കൃത്യമായ നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ഉള്ളത്. മണിക്കൂറുകൾ കൊണ്ട് ആദ്യ ഫലസൂചനകൾ പുറത്തുവരികയും ചെയ്യും. 5 മണിക്കാണ് ഈ സ്ട്രോങ് റൂമുകൾ തുറക്കുക. തുടർന്ന് മെഷീനുകൾ വോട്ടെണ്ണൽ ടേബിളുകളിലേക്ക് എത്തിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും, നിയമസഭാ മണ്ഡലങ്ങളിലെയും പല ടേബിളുകളിലായി ക്രമീകരിച്ചിരിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ആണ് ഈ വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കുക. 8 മണിയോടുകൂടി ആദ്യ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും. പിന്നീട് 8:30യോടുകൂടി EVM മെഷീനും എണ്ണി തുടങ്ങും. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.